CV രാമൻ്റെ തിയറി കേട്ടില്ലേ, ഈ രാമൻ എഫക്റ്റ്. ഇത് ശരിക്കും രാമൻ എഫക്റ്റ് അല്ല, ഇത് ഓൾഡ് ബോയ് എഫക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൊറിയൻ സിനിമയായിട്ടുള്ള 2003 വന്നിട്ടുള്ള ഓൾഡ് ബോയ് എന്ന് പറഞ്ഞ സിനിമേൻ്റെ എഫക്റ്റുകളാണ്. ആ സിനിമേനെ തന്നെ എങ്ങനെയൊക്കെ ആൾക്കാർ വേറെ വേറെ തരത്തിൽ സിനിമകൾ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ അതിൻ്റെ അഡാപ്റ്റേഷൻ കൊണ്ട് തന്നെ എത്ര വേറെ വേറെ സിനിമകൾ ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. കാരണം ഈ രണ്ട് സിനിമകൾ, അതായത് ജോർജ് അഭിനയിച്ചിട്ടുള്ള ഇരട്ട, പിന്നെ വിജയ് സേതുപതി തമിഴ് സിനിമയായിട്ടുള്ള മഹാരാജ, ഈ സിനിമയും ഓൾഡ് ബോയും ഏകദേശം ഒരു ട്രയാങ്കിളിൽ ലെവലിൽ നമ്മൾ ചെയ്യുന്നൊരു അനാലിസിസ് വീഡിയോ ആണിത്. സോ ഫസ്റ്റ് നമുക്ക് ഈ ഓൾഡ് ബോയിനെ പറ്റി പറയാം. 21 നവംബർ 2023 ഓൾഡ് ബോയ് കൊറിയൻ സിനിമ ഇത് റിലീസാവാണ്. പാർക്ക് ചാങ് വൂങ്ങിൻ്റെ മാസ്റ്റർ ക്ലാസ് റിവെഞ്ച് ത്രില്ലറാണ് ഈ സിനിമ കൊറിയൻ തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ സിനിമയാണ്. അതുമാത്രമല്ല, ആ വർഷത്തെ ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് സൗണ്ട്, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ് എല്ലാ അവാർഡും സ്വന്തമാക്കിയൊരു മൂവിയാണ്. ഒരാൾ 15 വർഷം ഒരു റൂമിൽ അടച്ചു വയ്ക്കപ്പെടുകയും അതിനുശേഷം റിലീസ് ചെയ്യുമ്പോൾ അവന് പ്രതികാരം തീർക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതാണ് സിനിമേൻ്റെ ഒരു പ്ലോട്ട്. പക്ഷേ ട്വിസ്റ്റ്, എന്തിനാണ് ഈ 15 വർഷം ഇയാളെ ഈ റൂമിൽ അടച്ചു വെക്കപ്പെട്ടത് എന്നുള്ളതാണ് സിനിമേൻ്റെ ഷോക്കിംഗ് ട്രൂത്ത്. ഇതൊരു വലിയ റിവെഞ്ച് സിനിമയൊന്നുമല്ല. സൈക്കോളജിക്കൽ ട്രോമ, മാനിപ്പുലേഷൻ, കാവ്യാത്മകമായ നീതി, ഇതൊക്കെയാണ് ഓൾഡ് ബോയിൻ്റെ ബേസ്. ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഇന്ത്യൻ സിനിമയിൽ കാണാൻ കഴിയുന്നു. 14 ജൂൺ 2024 തമിഴിൽ മഹാരാജ റിലീസാവുകയാണ്. തമിഴിൽ വന്ന ഒരു ഗ്രിപ്പിംഗ് മിസ്റ്ററി ത്രില്ലറാണ് ഈ സിനിമ. വിജയ് സേതുപതിൻ്റെ ക്യാരക്ടർ ഒരു ലക്ഷ്മിയെ തേടി പോലീസ് സ്റ്റേഷനിൽ വരുന്നു. നമ്മൾ ആദ്യം കരുതുന്നത് അതൊരു കുട്ടിയാണോ അതോ ഇയാളുടെ വൈഫാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. പക്ഷേ ട്വിസ്റ്റിലാണ് മനസ്സിലാകുന്നത് അതൊരു ഒബ്ജക്റ്റാണ്, ഒരു ഡസ്റ്റ്ബിൻ. ഇതിലും ഓൾഡ് ബോയ് പോലെ തന്നെയാണ്. കഥ പറച്ചിലെ മാക്സിമം കൺഫ്യൂഷൻ ഉണ്ടാക്കുക, ഒരു സീക്രട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇമോഷണൽ ആയിട്ടുള്ള സീൻസിൽ നമ്മൾ ജെല്ല് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു ഫോർമാറ്റ് തന്നെയാണ്. ഇതിൻ്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പം ഈ സിനിമയും ഓൾഡ് ബോയിൻ്റെ സിനിമേൻ്റെ പാറ്റേണിൽ പോകുന്ന ഒരു ക്ലൈമാക്സോട് കൂടിയാണ് ഈ സിനിമയും തീർത്തിട്ടുള്ളത്. 3 ഫെബ്രുവരി 2023 ഇരട്ട മലയാളം സിനിമ റിലീസാവുകയാണ്. പക്ഷേ ഓൾഡ് ബോയിൻ്റെ സ്പിരിച്വൽ കസിനാണ് എന്ന് പറയാം ഇരട്ട സിനിമയെ. മലയാളത്തിൽ ഈ സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി മൈൻഡ് ഗെയിംസ്, കുറ്റബോധം ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു. ഹീറോൻ്റെ ഒരു ട്രോമാറ്റിക് പാസ്റ്റും ചില മൂടി വയ്ക്കപ്പെട്ട സത്യങ്ങളും ഒക്കെ നേരിടുകയാണ് സിനിമ. നമ്മളെ കോട്ടയം പ്രദീപ് പറയുന്ന പോലെ മാനിപ്പുലേഷൻ ഉണ്ട്, റിഗ്രറ്റ് ഉണ്ട്, ഓൾഡ് ബോയ് പോലെ സൈക്കോളജിക്കൽ ഡെപ്തും ഉണ്ട്. ഇതിൽ ആക്ഷൻ കുറവാണ്, പക്ഷേ ഇമോഷണൽ ഇമ്പാക്റ്റിന് കുറവില്ല. ഇവിടെ ഒരു ക്ലാരിറ്റി വേണം. മഹാരാജയും ഇരട്ടയും ഡയറക്റ്റ് കോപ്പി അല്ല, ഇൻസ്പിറേഷനാണ്, തീം അഡാപ്റ്റേഷനാണ്. ഓൾഡ് ബോയ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് ഡ്രിവൺ സ്റ്റോറി ടെല്ലിംഗ്, അല്ലെങ്കിൽ അവിശ്വസനീയമായ ഒരു നരേഷൻ പാറ്റേൺ, പിന്നെ ഇമോഷണൽ റിവെഞ്ച് ആയിട്ടുള്ള ഒരു ആർക്ക് ഉള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ്. ഇത് വേൾഡ് സിനിമേൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആയിപ്പോയി. അപ്പോൾ ഇന്ത്യൻ ഫിലിം മേക്കേഴ്സ് ഇതിൻ്റെ ടോൺ എടുത്ത് നമ്മുടെ കൾച്ചറിൽ അഡാപ്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതിനൊരു സിനിമാറ്റിക് കൈൻഡ് ഓഫ് റെസ്പെക്റ്റ് കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓൾഡ് ബോയ് കൊറിയൻ സിനിമയിൽ തുടങ്ങിയ ഒരു ഇമോഷണൽ എർത്ത് കേക്കാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ തുടിപ്പ് തമിഴിലും മലയാളത്തിലും ഇപ്പോഴും ഉണ്ട്. ഈ 3 സിനിമകളിൽ വെറും മഹാരാജ മാത്രം നമ്മൾ മാറ്റിവെച്ചാൽ ഓൾഡ് ബോയിൽ ഇരട്ടയിലും സെയിം ഇമോഷനാണ് ക്യാരി ആവുന്നത്. ഏത് ശത്രുവിനെയാണോ ഹീറോ തേടി അലയുന്നത്, ആ ശത്രു പുറത്തല്ല അകത്താണെന്നുള്ളത് അവരുടെ മനസ്സുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഗിൽട്ടാണ് എന്നാണ് ഈ 2 സിനിമകളും നമുക്ക് പറയുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഗിൽട്ടും കാര്യങ്ങളും എത്രത്തോളം സക്സസ്ഫുള്ളി നമ്മളുടെ ഓൾഡ് ബോയിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയൂ. സോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.